കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുൾ ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്ന് വിറച്ചു. ഭൂതത്തെയാണ് കാണുന്നത് എന്നവർ വിചാരിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. എന്നെ സ്പർശിച്ച് നോക്കുവിൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ. എന്നിട്ടും അവർ സന്തോഷാധികത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കുവാൻ എന്തെങ്കിലുമുണ്ടോ? ഒരു കഷണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ ഭക്ഷിച്ചു. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറൂസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഉത്ഥാനത്തിന് ശേഷം ഈശോ തൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി അവരെയെല്ലാം ദൈവഹിതത്തിന് വിധേയരാകുവാൻ വചനം പ്രഘോഷിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി ക്രിസ്തുവിന് സാക്ഷികളായി തീരുവാനുമൊക്കെ ശക്തരാക്കുകയാണ്. ഈ ദിവസങ്ങളിലെ ബൈബിൾ ഭാഗങ്ങളെല്ലാം ഉത്തിതനായ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ ശക്തരാക്കുന്ന വചനഭാഗങ്ങളാണ്. ഒരുപക്ഷെ ശിഷ്യന്മാരുടെ മനസ്സിൽ ഒരുപാട് വേദനകളും നിരാശകളുമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ക്രിസ്തുവിനെ പറ്റി അവർ ഗ്രഹിച്ചിരുന്നത് അവരുടേതായ ഒരു ജീവിത ശൈലിയിൽ നിന്നാണ്. വിമോചകനായ ഒരു ദൈവത്തെ, ഒരു രാജാവിനെ അവർ പ്രതീക്ഷിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ ഈശോ തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളും രോഗശാന്തിയുമൊക്കെ അവരുടെ മുമ്പിൽ അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ അനുഭവങ്ങളായിട്ട് മാറിയപ്പോൾ യഥാർത്ഥ ക്രിസ്തു ആരാണെന്ന് ഒരുപക്ഷെ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉത്തിതനായ കർത്താവിനെ മനസ്സിലാക്കുവാൻ, ഉത്തിതനായ കർത്താവിൻ്റെ ആ വലിയ ദൗത്യം ഏറ്റെടുക്കുവാനൊക്കെ കഴിയാതെ അസ്വസ്ഥരാകുന്ന ശിഷ്യഗണത്തെയാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. കർത്താവ് കടന്നു വന്നപ്പോൾ അതൊരു ഭൂതമാണെന്ന് കരുതി അവരസ്വസ്ഥരാകുകയാണ്. കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്താണ് അസ്വസ്ഥരാകുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഈശോയുടെ കുരിശുമരണവും ഉത്ഥാനവും അവരെ ഒരുപാട് അസ്വസ്ഥരാക്കി. കർത്താവിൻ്റെ ഉത്തിതനായ കർത്താവിനെ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വിധം അവരുടെ ജീവിതത്തിൽ വലിയ സങ്കീർണമായ ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ അവരുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട്
അവരോടുകൂടെ ജീവിച്ച ദൈവമാണ് താനെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. കുരിശുമരണവും ഉത്ഥാനവും ഒക്കെ ഒരുപാട് തവണ കർത്താവ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും അത് ഗ്രഹിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, അതനുസരിച്ച് ജീവിതത്തെ നവീകരിക്കുവാനുമൊന്നും കഴിയാതെ പോയപ്പോൾ ഈശോ അവരുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ആണിപ്പാടുകളുള്ള, തിരുമുറിവുകളുള്ള അവരുടെ ശരീരത്തെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ കുരിശിൽ മരണം ഏറ്റെടുത്തവൻ്റെ തിരുമുറിവുകൾ, ഇത് നിങ്ങൾ കാണുക. ഉത്ഥിതനായ കർത്താവ് അവരോടുകൂടെ ജീവിക്കുകയും അവരോടൊപ്പം ജീവിച്ച് കുരിശിൽ മരിക്കുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത അതേ ശരീരവും അതേ മനസ്സും അതേ ആത്മാവും ഉത്ഥിതനായ കർത്താവിനുമുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കർത്താവ് ആദ്യമായിട്ട് തിരുമുറിവുകൾ അവരെ കാണിച്ചുകൊണ്ട്, നിങ്ങൾ അടുത്തു വരുവിൻ, തൊട്ട് സ്പർശിച്ച് മനസ്സിലാക്കുവിൻ, ഇത് ഞാൻ തന്നെയാണ് എന്ന് അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു. എന്നിട്ടും സന്തോഷാധിക്യത്താൽ അവർക്ക് മനസ്സിലാകാതെ വന്നപ്പോൾ ഈശോ വീണ്ടും അവരോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഭക്ഷിക്കുവാനായിട്ട് തരിക. വറുത്ത ഒരു കഷ്ണം മീന് അവൻ ഭക്ഷിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, ഉത്ഥിതനായ ദൈവമെന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം ചരിക്കുകയും നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ച് തരികയും ചെയ്ത അതേ ശരീരവും മനസ്സും ആത്മാവുമുള്ള ദൈവമാണ് എന്ന്. പ്രിയമുള്ളവരെ, അതിനുശേഷം വിശുദ്ധ ലിഖിതങ്ങൾ, മോശയും പ്രവാചകന്മാരും സങ്കീർത്തനവുമെല്ലാം അവനെപ്പറ്റി എന്താണ് വിവരിച്ചിരിക്കുന്നത്? പഴയ നിയമത്തിലുടനീളം അവൻ മരണത്തിന് വിധേയനാവുകയും ഉത്ഥിതനാവുകയും ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് മുമ്പിൽ വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് ഈശോ അവരെ ശക്തരാക്കുന്നതായിട്ട് നമുക്ക് കാണാം. 2 കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ ക്രിസ്തുവിന് സാക്ഷികളാകുവാൻ, ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ, അനുതാപത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാനൊക്കെ ഇന്ന് സഭയ്ക്കും നമ്മൾ ഓരോരുത്തർക്കുമായിട്ട് ഈശോ നൽകുന്നത്. ആദ്യമായിട്ട് വിശുദ്ധ ലിഖിതങ്ങൾ, ബൈബിള് നമ്മൾ വായിച്ച് മനസ്സിലാക്കി വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് ഈശോയെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. വചനം വായിക്കുക മാത്രമല്ല, അത് ഗ്രഹിക്കത്തക്ക വിധം വചനം നമ്മുടെ ജീവിതത്തിൽ മാംസമായിട്ട് മാറണം. വചനം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കണം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു ജ്വലനമുണ്ടായിരുന്നു വചനം വായിച്ചപ്പോൾ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈശോയെ അറിയണമെങ്കിൽ അതേ ജ്വലനമുണ്ടാവണം. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടി ഏൽക്കപ്പെട്ടവൻ, നമുക്ക് വേണ്ടി മുറിച്ച് തൻ്റെ ശരീരം നൽകിയവൻ, ഇതാ വീണ്ടും വിശുദ്ധ കുർബാനയിലൂടെ, ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വീണ്ടും ഉത്ഥിതനായ ദൈവം കടന്നു വരുന്നു എന്ന ആ വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഉത്ഥിതനായ കർത്താവ്, തിരുമുറിവുകളുള്ള കർത്താവ്, മുറിവേൽക്കപ്പെട്ടവനായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ തൻ്റെ ശരീരവും തൻ്റെ രക്തവുമെല്ലാം മുറിച്ച് വിഭജിച്ച് നൽകുന്ന കർത്താവ്, നമ്മുടെ മുറിവുകൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന കർത്താവ്, നമ്മുടെ സഹനത്തിൽ അവൻ്റെ സഹനത്തിലൂടെ പങ്കുകാരനാകുന്ന കർത്താവ്, ഈ കർത്താവിനെയാണ്, ഉത്ഥിതനായ കർത്താവിനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടത്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ 2 കാര്യങ്ങൾ ഈശോയ്ക്ക് സാക്ഷികളായി തീരുവാനായിട്ട് ഈശോ നമുക്ക് വിവരിച്ചു തരുന്നു. വിശുദ്ധ ഗ്രന്ഥം ബൈബിള് വായിച്ച് അത് ജീവിതത്തിൽ മാംസമാക്കുക, കർത്താവിൻ്റെ മാംസമായ ശരീരവും അവൻ്റെ രക്തവും നമുക്ക് പങ്കുവയ്ക്കുന്ന വിശുദ്ധ കുർബാന ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന വലിയ ബോധ്യത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കുകാരാകുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വലിയ സാക്ഷ്യം, ആത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.